സാർ സമാധി കാണാൻ പോയോ എന്ന് ചോദിക്കുകയാണ് സിന്ധുകൃഷ്ണ. ഇല്ല സിന്ധു, ഞാൻ പോയില്ല. അറിഞ്ഞില്ല എപ്പോഴാണ് സമാധി, എവിടെ പോയി നോക്കണമെന്നുണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. എപ്പോഴാണ് എന്താണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ തത്സമയമാണ്, ടി വിയിൽ കാണിക്കുമ്പോൾ അറിയുന്നുള്ളൂ. എന്നാൽ ആ കുറച്ച് പഠിപ്പിക്കുകയും ആവാന്ന് പറയുവാണ് നമ്മുടെ മബ്സാറ്. അത് ആരോടെയാണെന്ന് അറിയില്ല, എൻ്റെ കൂടെയാണോ സിന്ധുവിൻ്റെ കൂടെ ആണോ എന്ന്. അമ്പോ എനിക്ക് പേടിയാന്ന് പറയുകയാണ് സിന്ധു കൃഷ്ണ. വടിയൊക്കെ കറക്കുന്നത് കണ്ടാൽ തന്നെ ആ മനസ്സിലായി വടിയാണ് കറക്കുന്നത് കണ്ടാൽ തന്നെ ഞാൻ ഓടും. ഉം. വടി കറക്കണത് മാത്രമല്ല കളരി. ഹിന്ദുകൃഷ്ണ നാട് എവിടെയാണ്, ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് മത്സാറ്. ഹിന്ദുകൃഷ്ണ മധുസാറ് പിന്നെ ചാനലൊന്നുമില്ല, നമ്മളെപ്പോലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ലൈവിലൊക്കെ വരാറുണ്ട്. സാർ നാട് ട്രിവാൻഡ്രം, ജോലിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ദർശൻ സാർ ഫെബ്രുവരി 17 കാർത്തിക തിയേറ്ററിൽ ചോദിക്കുകയാണ്. നോക്കാം ഹിന്ദുകൃഷ്ണ, മറ്റ് അത്യാവശ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ എത്തും. അപ്പോൾ മിസ്റ്റർ രാജൻ സാറിൻ്റെ നാട്ടുകാരിയാണോ ചോദിക്കാന്ന് മിസ്റ്റർ അതേ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുവാണ് ഹിന്ദുകൃഷ്ണ. അതേ, നമ്മുടെ നാട്ടുകാരാണ്. നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ നാട്ടുകാരാണ്. ഷാർപ്പ് 6 PM ഡ്രാമ തുടങ്ങുമെന്ന് പറയണം. ഓക്കെ ഓക്കെ. ഫെബ്രുവരി 17. എല്ലാവർക്കും ബ്ലൂ ഉണ്ടായിരുന്നു, എല്ലാവരെയും ബ്ലൂ ഒക്കെ താനേ പോയി. ഇന്നലെ ബ്ലൂ കൊടുത്തില്ലെന്ന് പറഞ്ഞ് ഒരാൾ പിണങ്ങിപ്പോവുകയും ചെയ്തു. ബ്ലൂ കൊടുക്കാനാണെന്ന് വെച്ചാൽ എൻ്റെ മറ്റേ ഫോണിൽ മെസ്സേജ് വർക്കാവണില്ല, വരണില്ല. എന്തൊക്കെയോ ആണ് യൂട്യൂബുകാർ കാണിക്കണമെന്ന് പിടിക്കില്ല. ഇപ്പോഴും ഇല്ല, അതിനകത്ത് മെസ്സേജ് വരണം. ഈ ഫോണുള്ളത് കൊണ്ടാണ് മെസ്സേജ് വരുന്നത് അറിയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അറിയാനും പറ്റില്ലായിരുന്നു. ഒരു എക്സ്ട്രാ ഫോണുള്ളതുകൊണ്ട് മെസ്സേജ് വരുന്നത് അറിയാൻ